എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു എൽഡർ അവനാണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് ആ വലിയ അയൺ ചെയിൻ റോബോട്ടിനെ അടിച്ച് തകർക്കുകയാണ്. ആ ഒരു തകർച്ചയുടെ ഇമ്പാക്റ്റിൽ റോബോട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയിൽ അത് തകർന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് കട്ടാവുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതപ്പെടും. ആകാംക്ഷയോട് കൂടെ നോക്കി നിന്ന ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് വീണ്ടും കട്ടായിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നേവിക്കാര്, പൈററ്റ്സ്, ജനങ്ങൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കും. പക്ഷേ ഇവിടെ വിവിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സ്നെയിലിനെ കാര്യമായിട്ട് എന്തോ ഒന്ന് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് അത് കട്ടായത്. അതിന് മുൻപോട്ടേക്ക് പോകുക എന്ന് പോലും അവൾക്ക് ഡൗട്ട് തോന്നും. തൻ്റെ അവസാന സമയത്ത് പോലും ഈ ലോകത്തെ രക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ വേഗോഫ് പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിന് പൂർണ്ണമായും ആക്കാനോ കേൾക്കാനോ സാധിച്ചിട്ടില്ല. ഇനി അത് സാധിക്കുമോ എന്ന് പോലും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ റോബോട്ട് അത് പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നത് കണ്ട ആ ഒരു ജയൻസ് അവർക്കാണെങ്കിൽ അവരുടെ വിഷമം അത് സഹിക്കാനായിട്ട് കഴിയില്ല. അവര് ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഇവിടെ എൽഡേഴ്സിനാണെങ്കിൽ ആ ഒരു ബ്രോഡ്കാസ്റ്റ് സ്റ്റോപ്പായപ്പോൾ പകുതി ആശ്വാസം തോന്നും. കാരണം അവർ ഇത്രയും നേരം ശ്രമിച്ചത് അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ബ്രോഡ്കാസ്റ്റിലൂടെ ഡോക്ടർ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൽഡേഴ്സിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്ങനെയെങ്കിലും ആ ബ്രോഡ്കാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നതായിരുന്നു. ഇനി അവരുടെ ലക്ഷ്യം ആ ഒരു അയലാൻഡിലുള്ള എല്ലാവരും ഇല്ലാതാക്കി അയലാൻഡ് പോലും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുക. ഒരു കാരണവശാലും ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ഒരു ഡീറ്റെയിൽസും പുറത്തേക്ക് വരാൻ പാടില്ല. കട്ട് ചെയ്ത ഇവിടെ ജ്വല്ലറി ബോണിയും ടോഫിയും അവർ രണ്ടുപേരും അവരുടെ ആ ഒരു അൾട്ടിമേറ്റ് രൂപത്തിലേക്കും പവറിലേക്കും പോയി ആ ഒരു സാറ്റിൻ എൽഡറിനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ എൽഡറിനെ എത്രത്തോളം അറ്റാക്ക് ചെയ്യുമ്പോഴും ലൂഫിക്കാണെങ്കിൽ ഉത്തമ ബോധ്യമുണ്ട് ആളൊരു ഇമ്മോർട്ടലാണ്. എത്രയും വേഗം വീണ്ടും പഴയതുപോലെ തന്നെ റീജനറേറ്റ് ആവും. അടുത്ത നിമിഷം ജ്വല്ലറി ബോണിയെയും ലൂഫിയെ ഞെട്ടിച്ചുകൊണ്ട് ആ സാറ്റിനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പോൾ റീജനറേറ്റ് ആവും. അത് കണ്ട് ജ്വല്ലറി ബോണി അവൾ ഞെട്ടും. ലൂഫി ആണെങ്കിൽ അത് നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തതാണ്. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പലിൽ അതിവേഗത്തിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. നാമിയും ചോപ്പറും ഉസോപ്പും അവർ 3 പേരും ആരെ ഒരാളെ കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ഇത് മറ്റാരുമല്ല ആ കുതിര എൽഡർ. ആളാണെങ്കിൽ ഇപ്പൊ കപ്പലിനെയും നമ്മുടെ ആൾക്കാരെയും പൂർണ്ണമായിട്ട് തകർക്കാൻ അങ്ങനെ പാഞ്ഞു വരികയാണ്. കുതിര മോൺസ്റ്റർ ആണെങ്കിൽ അടുത്ത വരെ നാമിയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടും. അവളെ കൊണ്ടാണെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, സോറോ ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കഥ കഴിയും. അത് കേട്ട് സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ റെഡിയാക്കി ഒരു വമ്പം പോസ് കൊടുക്കും. മറ്റൊരു ഭാഗത്ത് തകർന്നു വീണ അയൺ ചെയിൻ റോബോട്ട് അതാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പതിയെ എഴുന്നേറ്റ് ഇപ്പൊ ലൂഫിയെ നോക്കും. അതിന്റെ ദയനീയമായ കണ്ണുകൾ കാണുമ്പോൾ ലൂഫിക്ക് ഓൾമോസ്റ്റ് അതിന്റെ അവസ്ഥ ലൂഫിക്ക് മനസ്സിലാവും. നിന്നെക്കൊണ്ട് ഇപ്പോൾ ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലേ. അതിനാ റോബോട്ടാണെങ്കിൽ ലൂഫിയോട് ക്ഷമ പറയും. ഐ എം സോറി, എനിക്കറിയാം നീ ഓൾറെഡി മരിച്ചുവെന്ന്. എങ്കിലും എനിക്ക് നിന്നോട് പറയാതിരിക്കാനായിട്ട് കഴിയുന്നില്ല. സത്യത്തിൽ നിന്നെ കാണുമ്പോൾ അവനെ പോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോറി. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ വീണ്ടും ചുറ്റും നോക്കും. അവനോട് തന്നെയാണോ പറയണേ, അതോ മറ്റാരോടെങ്കിലും ആണോ? ഒരു കാര്യം ലൂഫിക്ക് മനസ്സിലാവും, മറ്റാരെയോ ആണ് ആനെന്ന് കരുതി ആ ജയന്റ് റോബോട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ആ റോബോട്ടാണെങ്കിൽ കണ്ണു ചിമ്മാതെ ലൂഫിയെ തന്നെ നോക്കുകയാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകൾ അതെന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ എൽഡർ സാറ്റൺ അവനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് ആ പുഴു എൽഡർ മോൺസ്റ്റർ അവനാണെങ്കിൽ ജയൻസുകളുടെ ആ വലിയ കപ്പല് അതെങ്ങനെയെങ്കിലും വിഴുങ്ങാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയൻസിനാണെങ്കിൽ ആ ഒരു പുഴു എൽഡറിനെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല. അവന്റെ പവർ അത് വളരെ വലുതാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു ഭാഗത്ത് ആ കുതിര മോൺസ്റ്റർ അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ തകർക്കാൻ റെഡിയാവും. ഇവിടെ ബാക്കിയുള്ള 2 എൽഡേഴ്സും അവിടെയുള്ള എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അയൺ ചെയിൻ റോബോട്ട് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് അവന്റെ പേരെന്താണെന്ന് ചോദിക്കും. നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നീ ആരാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ലൂഫി ആണെങ്കിൽ ഉച്ചത്തിൽ അലറി വിളിച്ചു പറയും, എന്റെ പേര് സാക്ഷാൽ മങ്കി ഡി ലൂഫി. ഞാനാണ് ഫ്യൂച്ചർ പൈററ്റ് കിങ്. ആ റോബോട്ട് ആണെങ്കിൽ അവന്റെ പേരിലെ ഡി എന്ന ലെറ്റർ അത് കേട്ട് ഞെട്ടി എഴുന്നേക്കും. ആ എൽഡറിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. ഓ, നിനക്കൊന്നുകൊണ്ട് മതിയായില്ലല്ലേ, എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ ചവിട്ടി തവിട് പൊടിയാക്കാന്ന് പറഞ്ഞ് ആ എൽഡർ ആണെങ്കിൽ വീണ്ടും അതിന്റെ കാൽ ഉയർത്തും. അടുത്ത നിമിഷം ആ റോബോട്ട് ആണെങ്കിൽ അതിന്റെ ബോഡിയിൽ നിന്ന് ഒരു കയർ റിലീസ് ചെയ്യും. ആ ഒരു കയറ് പിടിച്ച് വലിക്കുമ്പോൾ അതിന്റെ ബോഡിയിൽ നിന്ന് സുപ്രീം കിങ് ഹോക്കി പവർ പുറത്തേക്ക് വരും. ആ റോബോട്ട് ഇത്തവണ ജോയ് ബോയ് എന്നല്ല വിളിക്കുക, മറിച്ച് ഉച്ചത്തിൽ ലൂഫി എന്നായിരിക്കും. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ലൂഫി ആണെങ്കിൽ ആ ഒരു പവർ കണ്ട് അവൻ ഞെട്ടുകയാണ്. ആ നിമിഷം ആ റോബോട്ടാണെങ്കിൽ ലൂഫിയോട് പറയും, നീ ട്രാൻസ്ഫർ ആയപ്പോൾ ഉള്ള ആ ഒരു മ്യൂസിക് അതെനിക്ക് ഒരുപാട് മെമ്മറീസ് തന്നു. ഞാനിവിടെ എന്തായാലും നീ ഒരിക്കലും തോൽക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയും.
ആ റോബോട്ടിന്റെ ഹോക്കി പവർ അത് പുറത്തേക്ക് വരെ കക്കു, എൽഡേഴ്സ്, നേവി അഡ്മിറൽസ് അവരെല്ലാവരും പവർ താങ്ങാൻ കഴിയാതെ അങ്ങനെ മയങ്ങി താഴേക്ക് വീഴുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുമെന്ന് അവരാരും തന്നെ കരുതിയതല്ല. പക്ഷെ അതിനെ കഴിഞ്ഞും വലിയൊരു അത്ഭുതം അവിടെ നടന്നത്. ആ ഒരു എൽഡേഴ്സ് 5 എൽഡേഴ്സും ആ ഹോക്കി പവർ അത് താങ്ങാൻ കഴിയാതെ അവരുടെ പഴയ ഫോമിലേക്ക് പോകും. അതിനുശേഷം അവരെവിടെ നിന്ന് ടെലിപ്പോർട്ടായിട്ട് വന്നോ അവിടേക്ക് തന്നെ തിരികെ എത്തുകയാണ്. ഇവിടെ ഈമു ആണെങ്കിൽ ജോയ് ബോയിനെ ഒച്ചത്തിൽ വിളിക്കും. ജോയ് ബോയ്, നീ വീണ്ടും തിരികെ വന്നു അല്ലേ? കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ ശ്രമം അത് കറക്റ്റായിട്ട് എൻഡിൽ എത്തിച്ചിരിക്കുകയാണ്. എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും താണ്ടി നമ്മുടെ ആൾക്കാരുടെ കപ്പൽ അതിപ്പോ ആ കടൽ പതിച്ചിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ പൊട്ടിക്കരയും. നമ്മുടെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷം. ആമിയാണെങ്കിൽ ചുറ്റും നോക്കും. അവൾക്ക് ഭയങ്കര അത്ഭുതം. അത്രയും നേരവും അവരെ റൗണ്ട് ചെയ്തിരുന്ന ആ വില്ലന്മാരെ ഒന്നും തന്നെ അവിടെ കാണാനില്ല. ഓ നോ, അവരൊക്കെ എവിടെ പോയി? എന്താ ഇവിടെ സംഭവിച്ചേ? ബാക്കിയുള്ള നമ്മുടെ ആൾക്കാർ അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കും. ആ വില്ലന്മാരെ ആരെയും തന്നെ അവിടെ കാണാനില്ല. എല്ലാവരും അവിടുന്ന് വാനിഷായി പോയതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. ജയൻസ് ആണെങ്കിൽ ഇപ്പോൾ പരസ്പരം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ആമയ്ക്കാണെങ്കിൽ അറ്റ്ലസിനെ കുറിച്ചും ബാക്കിയുണ്ടായിരുന്ന വേഗ് ഓഫ് പങ്ക്സിനെ കുറിച്ചും ഒരുപാട് വിഷമം തോന്നും. അതേസമയം ദൂരത്തായിട്ട് അവർക്ക് വീണ്ടും ഒരു ഇരുട്ടടിയായി ആ എൽഡർ സാറ്റൺ. ആളാണെങ്കിൽ ആളുടെ പഴയ രൂപത്തിലേക്ക് മാറി ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ഇപ്പോ ആ ഒരു ദ്വീപിലൂടെ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. എൽഡർ ആണെങ്കിൽ ഫുൾ കലിപ്പില് ആ ജയന്റ് റോബോട്ടിനെ നോക്കും. റോബോട്ട് ആണെങ്കിൽ പതിയെ ഷട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ ഒരു പഴയ മെമ്മറി അതിന് റീകോൾ ആവും. അപ്പൊ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ജോയ് ബോയുടെ ഒരു ഷാഡോ കാണിക്കുകയാണ്. ജോയ് ബോയുടെ മുൻപിലായിട്ട് ആ ഒരു റോബോട്ട്. ജോയ് ബോയെ കാണുമ്പോൾ ലൂഫിയെ പോലെ തന്നെയാണ്. അതോ അവന്റെ എക്സാക്ട് രൂപം. അതുകൊണ്ടാണ് ആ റോബോട്ടും ലൂഫിയെ കണ്ട് ജോയ് ബോയ് എന്ന് വിളിച്ചത്. ആ സമയത്ത് ജോയ് ബോയ് ആണ് അവന്റെ ബോഡിയിലെ ഹോക്കി പവർ ആ റോബോട്ടിന്റെ ഉള്ളിൽ സീൽ ചെയ്ത് വെച്ചിരുന്നത്. ഏതെങ്കിലും ഒരു മോശം ഘട്ടത്തിൽ അവൻ ഉപയോഗിക്കാനായിട്ട്. ജോയ് ബോയ് എന്തായാലും ഒരുപാട് വർഷക്കാലം ജീവിച്ചിരിക്കില്ല. പക്ഷെ റോബോട്ടായ ഈ റോബോട്ടിന് ഒരുപാട് വർഷക്കാലം ജീവിച്ചിരിക്കാനായിട്ട് കഴിയും. സോ അതുകൊണ്ട് തന്നെ ആ സമയം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഈ ഒരു കയറ് പിടിച്ച് വലിച്ച് ആ ഒരു വലിയ ഹോക്കി പവർ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ റോബോട്ടിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷവും. അത് ജോയ് ബോയോട് പറയും, നീ ഇല്ലെങ്കിലും നിന്റെ പവർ എന്നോടൊപ്പം ഉണ്ട്. സോ ഉറപ്പായിട്ടും ഞാൻ ഹാപ്പി ആയിരിക്കും. ഈ പവർ ഞാൻ ഒരു കാരണവശാലും റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ജോയ് ബോയുടെ മെമ്മറീസിന് വേണ്ടിയാണ് ഇത്രയും കാലവും അവൻ ആ ഒരു പവർ ആ റോബോട്ട് അവൻ തന്നെ സ്റ്റോർ ചെയ്തത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അതിപ്പോ പൂർണ്ണമായിട്ട് ഷട്ട് ഡൗൺ ആയി താഴേക്ക് വീഴുകയാണ്. ജോയ് ബോയുടെ പവർ നഷ്ടപ്പെട്ടതിന് ശേഷം അതും ഇപ്പൊ പൂർണ്ണമായിട്ട് നശിച്ചു. സോ ജോയ് ബോയ് ഇല്ലാത്ത ലോകത്ത് ഇനി ആ ജയന്റ് റോബോട്ടും ഇല്ല.